ഇത്തവണയും മധ്യവേനൽ അവധി ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ സൂപ്പർ സ്റ്റാർ വാഗമൺ തന്നെ. പൂക്കളുടെ വർണ്ണവസന്തത്തിനൊപ്പം സാഹസിക വിനോദസഞ്ചാര സാധ്യതകളുമാണ് വാഗമണിനെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നത്. വാഗമൺ കാഴ്ചകൾക്ക് കൂടുതൽ അഴക് വിരിച്ച് ഈ മാസം 11 വരെ ഫ്ലവർ ഷോയും നടക്കും. ഹൈറേഞ്ചിന്റെ തണുപ്പ് തേടിയെത്തുന്ന സഞ്ചാരികളുടെ പറുദീസയാണ് വാഗമൺ. പുലർച്ചെ മഞ്ഞിന്റെ മേലങ്കി അണിഞ്ഞു കിടക്കുന്ന മൊട്ടക്കുന്നുകളും തേയിലച്ചെരുവുകളും പുഷ്പോദ്യാനവും പൈൻമരങ്ങളും അങ്ങനെ ആസ്വദിക്കുവാനേറെയുണ്ട് വാഗമണ്ണിൽ. കണ്ണാടിപ്പാലമാണ് വാഗമൺ കാഴ്ചകളിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. പ്രായം നോക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇത്രയും കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇത് നല്ലൊരു സംരംഭമാണ്. കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ വലിയ പ്രായമായവർക്ക് വരെ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് വാഗമണ്ണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരുക്കിയ എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇങ്ങനൊരു നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നല്ലൊരു സംവിധാനമാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട്. നല്ല സ്കൈ സൈക്ലിംഗ്, റോക്കറ്റ് ഇജക്ടർ, സിപ്പ് ലൈൻ, സ്കൈ റോളർ തുടങ്ങി ഒന്ന് പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെ സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പരിപാടികളാണ് വാഗമണ്ണിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വാഗമൺ ഗാർഡൻസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടുള്ള തോന്നുന്നത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വന്നതാണ്. ഇപ്പോൾ പല സ്ഥലത്തും പോയി, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി തോന്നിയ ഒരു വളരെ കണ്ണിന് വളരെയധികം കുളിർമ കിട്ടുന്ന ഒരു പ്ലേസ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ പെയ്യുന്ന വേനൽ മഴ സഞ്ചാരികൾക്ക് ചെറിയ നിരാശ നൽകുന്നുണ്ടെങ്കിലും വൈവിധ്യങ്ങളായ പൂക്കളുമായി പുഷ്പമേളയും എത്തിയതോടെ കാഴ്ചകൾക്ക് കൂടുതൽ നിറം കൈവരും. തീർച്ചയായും ഞങ്ങൾ വാഗമണ്ണ് ഇന്ന് രാവിലെ ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ വന്നതാണ്. വാഗമണ്ണ് അത്യാവശ്യം അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളും എല്ലാം സന്ദർശിച്ചു. പക്ഷേ ഈ ഫ്ലവർ ഷോ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അടുത്ത 3-ാം തീയതി മുതൽ ഒരു വലിയ രീതിയിൽ ഫ്ലവർ ഷോ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു. അതിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അത് എന്തായിരിക്കും. കാരണം ഇപ്പം തന്നെ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തതും കാര്യങ്ങളെല്ലാം. അതിൻ്റെ അടുക്കും കാര്യങ്ങളും എല്ലാം അവരുടെ മെയിൻ്റെനൻസും അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. വേനൽ അവധി അവസാനിക്കാറാകുന്നതോടെ വീണ്ടും തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.